ഇതെന്താ കുട്ടിയുടെ തലയിൽ കയറുന്നില്ല, കുട്ടിക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഇത് മനസ്സിലാക്കാൻ എന്തൊരു എളുപ്പം എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്, അവരുടെ പഠന രീതികൾ വ്യത്യസ്തമാണ്, അവരോരോ കാര്യങ്ങൾ എടുക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കുട്ടിയിൽ നിന്നും ഒരേപോലെ പ്രോഗ്രസ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടി 1 മാസം എടുക്കുകയാണെങ്കിൽ മറ്റൊരു കുട്ടി 2 മാസം എടുത്തേക്കാം. ഒരു കുട്ടീനെ എന്ത് സ്കില്ല് പഠിപ്പിച്ചാലും നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആണ്. അതായത് കുട്ടി പഠിച്ച കാര്യങ്ങൾ കുട്ടിയുടെ മറ്റുള്ള എൻവയോൺമെൻറ്റ്സിലും അത് യൂസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ വീട്ടിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പാരൻസിന് പഠിപ്പിച്ചു കൊടുക്കും. നെയിൽ കട്ടിങ്ങിനും ഹെയർ കട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള ഡീസെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി. സോ ആ ഒരു കാര്യം പാരൻസ് വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ആ കുട്ടിയുടെ സെൻസറി ഒപ്റ്റിമൽ ലെവലിലോട്ട് വരുന്നത് കാണാൻ കഴിയും. മാം ഇപ്പോൾ പറഞ്ഞല്ലോ, ഹോം പ്രോഗ്രാം ചെയ്യുന്നത് കുട്ടിയുടെ പ്രോഗ്രസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വീട്ടിൽ പാരൻസിന് സിമ്പിൾ ബട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കുട്ടിയുടെ വളർച്ചയിലും തെറപ്പിയിലും മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളം ശക്തമാണ് എന്ന്. കുട്ടിയുടെ തെറപ്പിയിലും കുട്ടിയുടെ വളർച്ചയിലും ഒരു പാരൻറ്റിന് എത്രത്തോളം പങ്കുണ്ടെന്നുള്ളത്. സോ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കുട്ടി ഒരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ 45 മിനിറ്റ് മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ടൈമും അവർ പാരൻസിൻ്റെ കൂടെയാണ്, അതായത് അവർ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ തെറപ്പിയുടെ ഒരു തുടർച്ചയായിട്ടാണ് അവർ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ടിപ്സും ആക്ടിവിറ്റീസും ഒക്കെ വീട്ടിൽ അവർ ക്യാരി ഓവർ ചെയ്യുമ്പോഴത്തേന് അത്രത്തോളം ഇമ്പാക്റ്റ് ആയിരിക്കും അത് കുട്ടിയിൽ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് വലിയ മാജിക് ഉണ്ടാക്കാൻ കഴിയില്ല. ബേസിക്കലി ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് കുട്ടിയിൽ കാണാൻ കഴിയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ദിവസം തോറും ഒരു ദിവസം ഒരു കുട്ടിക്കൊരു റൂട്ടീൻ സെറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ കുട്ടിയുടെ ഒരു കംഫർട്ട് ആൻഡ് സേഫസ്റ്റ് പ്ലേസ് ആണ് വീടെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കംഫർട്ടബിൾ സ്പേസിൽ നമ്മളൊരു സ്കില്ല് കുട്ടിക്ക് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടി കുറച്ചുകൂടി നല്ലതായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയും അത് ചെയ്യാൻ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്യും. സോ ഇതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ റോള് തെറപ്പിയിലും കുട്ടിയുടെ പ്രോഗ്രസ്സിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മാം പറഞ്ഞല്ലോ, കുട്ടികളെ പ്രോഗ്രസ്സിൽ പാരൻസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? സോ ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ നമ്മളിവിടെ ഡെയിലി കാണുന്ന സെഷൻസ് തന്നെയാണ് അതിനൊരു ഉദാഹരണം. അതായത് ഇപ്പം നമുക്ക് ADHD ഫീച്ചേഴ്സ് ഉള്ളൊരു കുട്ടി വരുന്നുണ്ടായിരുന്നു. സോ വന്ന സമയത്ത് നമുക്ക് അവൻ്റെ സെഷൻസ് സ്റ്റാർട്ട് പോലും ചെയ്യാൻ കഴിയില്ല, അത്രത്തോളം സെൻസറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നില്ല, നല്ല റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. സോ നമ്മൾ ആദ്യം തന്നെ പാരൻറ്റിനോട് പറഞ്ഞത്, നമ്മളിവിടെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസസ് കൊടുക്കുമ്പോൾ പാരൻറ്റിനോട് പറഞ്ഞിരുന്നു, അതായത് വീട്ടിൽ അവനൊരു പെർട്ടിക്കുലർ ഒരു ചെറിയൊരു റൂട്ടീൻ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് വീട്ടിൽ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ചെയ്യിപ്പിക്കാനും ഒക്കെ പറഞ്ഞിരുന്നു. സോ ഈ കുട്ടിയുടെ അമ്മ വളരെയധികം നല്ലൊരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു അമ്മയായിരുന്നു. സോ അമ്മ നല്ലൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുകയും നമ്മൾ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊരു ആ ഒരു മന്തിൻ്റെ ഹാഫ് ആയപ്പോൾ തന്നെ കുട്ടിയിൽ ആ ഒരു മാറ്റം കണ്ടുവരാൻ തുടങ്ങി. അതായത് നമുക്ക് സെഷൻസ് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമായി, അവൻ കുറച്ചുകൂടെ ഇൻസ്ട്രക്ഷൻസ് ഈസിലി ഫോളോ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ അവൻ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിലും അവൻ്റെ ആ ഒരു പ്രോഗ്രഷൻ വളരെ നല്ലതായിരുന്നു. ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് പോലും നല്ല ഫീഡ്ബാക്സ് കിട്ടാൻ തുടങ്ങി. ഇനിയിപ്പം നമ്മൾ നോക്കുക, ഈ സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക്, അതായത് നെയിൽ കട്ടിങ് ഹെയർ കട്ടിങ് ഒക്കെ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് നമ്മളിപ്പം 45 മിനിറ്റിൽ നമ്മൾ അവർക്ക് സെൻസറി സ്റ്റിമുലേഷൻ ആ ഒരു 45 മിനിറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അവരുടെ ബ്രെയിനിനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, അവരുടെ ബ്രെയിനിനാണ് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കൺസിസ്റ്റൻസിയോടെ ഒരു പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ബ്രെയിൻ ആ ഒരു സ്റ്റിമുലേഷൻ രജിസ്റ്റേർഡ് ആകില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ വീട്ടിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പാരൻസിന് പഠിപ്പിച്ചു കൊടുക്കും. നെയിൽ കട്ടിങ്ങിനും ഹെയർ കട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള ഡീസെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി. സോ ആ ഒരു കാര്യം പാരൻസ് വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് ആ കുട്ടിയുടെ സെൻസറി ഒപ്റ്റിമൽ ലെവലിലോട്ട് വരുന്നത് കാണാൻ കഴിയും. അതേപോലെ തന്നെ കുട്ടിയുടെ ആ ഉണ്ടായിരുന്ന ഇഷ്യൂസ്, ആ ഒരു റെസ്റ്റ്ലെസ്, ആ ഒരു ബുദ്ധിമുട്ടെല്ലാം കുറഞ്ഞ് വീണ്ടും ഇപ്പോൾ കുട്ടി സെറ്റിൽഡ് ആണ്. അവൻ പുറത്ത് ഹെയർ കട്ടിന് കൊണ്ടുപോയാലും അതേപോലെ വീട്ടിലെ നെയിൽ കട്ടിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ അവൻ ഈസി ആയിട്ട് കോർപ്പറേറ്റ് ചെയ്യും. സോ അതാണ് നമ്മളിപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ്ലി ഒരു കാര്യം വീട്ടിൽ പാരൻസ് ക്യാരി ഔട്ട് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് വളരെയധികമായിട്ട് കാണാൻ കഴിയുകയും അത് ആ കുട്ടീനെ ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രഷൻ തന്നെ മാറ്റിയെടുക്കും.
മാം ഇപ്പൊ പറഞ്ഞല്ലോ ഹോം പ്രോഗ്രാം ചെയ്യുന്നത് കുട്ടിയുടെ പ്രോഗ്രസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീട്ടിൽ പാരന്റ്സിന് സിമ്പിൾ ബട്ട് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടിക്കൊരു റൂട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെയും കുട്ടിയുടെയും ഒക്കെ ഫീസിബിലിറ്റി അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ റൂട്ടീൻ ഉണ്ടാക്കുക. എന്നിട്ട് അത് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ നോക്കുക. സോ ഒരു റൂട്ടീൻ ഉള്ളപ്പോൾ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് ഒരു പ്രഡിക്റ്റബിൾനെസ് കാണും. അതായത് അടുത്തത് കഴിഞ്ഞ് ഇത് അടുത്തത് കഴിഞ്ഞ് എന്നൊരു ആ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു സേഫ്റ്റി ഫീലിംഗ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും അതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് അത് ബ്രെയിനിൽ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കും. അതായത് റിപ്പറ്റീഷൻ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബ്രെയിൻ അത് എടുത്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആകും. അതുകൊണ്ട് തന്നെ ഒരു റൂട്ടീൻ കുട്ടിക്ക് ഉണ്ടാക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയാൽ പ്ലേ ബേസ്ഡ് ലേണിംഗ്. ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് തന്നെ പ്ലേ ആണ്. അതായത് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഇരുന്ന് നടന്ന് പഠിക്കുന്നത് പോലെ ഒരു കുട്ടി മിക്ക കാര്യങ്ങളും പഠിക്കുന്നത് അവരുടെ പ്ലേയിലൂടെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റിമുലസ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇതൊക്കെയും ഏറ്റവും കൂടുതൽ വളരാനായിട്ട് സഹായിക്കുന്നത് ഒരു കുട്ടിയുടെ പ്ലേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മിക്ക കാര്യങ്ങൾ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് പസിൽസോ മാച്ചിങ് ഗെയിംസോ ബ്ലോഗ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു കുട്ടി കളർ സോർട്ട് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ ഷേപ്പ് സോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഒത്തിരി സ്കിൽസാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഷേപ്പ് സോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോഴത്തേന് കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് സെൻസറി മോട്ടോർ സ്കിൽസ് അതേപോലെ കുട്ടിയുടെ കോഗ്നിഷൻ അറ്റൻഷൻ കുട്ടിയുടെ ഒരു സിറ്റിംഗ് ടോളറൻസ് അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു പ്രോഗ്രസ് നോട്ട് ചെയ്ത് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്ലേ ബേസ്ഡ് ലേണിംഗ് കുറച്ചും കൂടി എൻകറേജ് ചെയ്യുക. ഇനി നോക്കുവാണെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അതായത് നിങ്ങളുടെ കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു വിക്ടറീസ് അവരുടെ ചെറിയ ചെറിയ വിജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അതായത് അവർക്ക് എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ കൊടുക്കണം എന്നില്ല. റാദർ നിങ്ങൾക്ക് അവർക്കൊരു ചെറിയ അപ്രിസിയേഷൻ ആകാം ഒരു പ്രേസ് ആകും. അതായത് അപ്പം അവർക്കും ഒരു ഓക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യവും അവരുടെ ഒരു കുഞ്ഞു വിജയങ്ങളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളൊരു വലിയൊരു ഇമ്പാക്റ്റാണ് അത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് മാക്സിമം കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് തെറപ്പി ക്യാരി ഓവർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുമാണ്. അതായത് ഇപ്പം ഒരു കുട്ടീനെ നമ്മൾ പെർട്ടിക്കുലർ സ്കില്ല് പഠിപ്പിക്കുകയാണെങ്കിൽ അതായത് ഇപ്പം നിങ്ങളുടെ തെറപ്പിസ്റ്റ് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് ഡീസെൻസിറ്റൈസിങ് സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് അതുപോലെ തന്നെ വീട്ടിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയത്നയിൽ ഹോം പ്രോഗ്രാംസ് കണ്ടിന്യൂ ചെയ്യുന്നത്. പാരൻറ്റ് ഇൻവോൾവ്മെൻ്റ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻസോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ വീട്ടിൽ ചെയ്യും തോറും കുട്ടിയിൽ അത് വീണ്ടും വീണ്ടും ഇൻസ്റ്റിലാകുകയും അവരുടെ വീണ്ടും വീണ്ടും അവരുടെ ബ്രെയിനിലേക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി. പേഷ്യൻസ് നമ്മൾ പലപ്പോഴും കുട്ടികളിൽ നിന്ന് നമ്മളൊരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇതെന്താ കുട്ടിയുടെ തലയിൽ കയറുന്നല്ലേ കുട്ടിക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇത് മനസ്സിലാക്കാൻ എന്തൊരു എളുപ്പം എന്ന് നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷേ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ പഠന രീതികൾ വ്യത്യസ്തമാണ്. അവരോരോ കാര്യങ്ങൾ എടുക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കുട്ടിയിൽ നിന്നും ഒരേപോലെ പ്രോഗ്രസ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടി 1 മാസം എടുക്കുകയാണെങ്കിൽ മറ്റൊരു കുട്ടി 2 മാസം എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേഷ്യൻറ്റോടെ തന്നെ ഇരുന്ന് ആ ഒരു കുട്ടിയുടെ പ്രോഗ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ആ ഒരു കൺസിസ്റ്റൻറ്റ് സപ്പോർട്ട് തന്നെ കുട്ടിയിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പം ആ ഒരു ഇപ്പം ഈ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രസ്സും കിട്ടുന്നില്ല എന്ന് വെച്ച് നിങ്ങൾ തളർന്നു പോകാതെ യു ഹാവ് ടു ഗോ ഫോർവേഡ് എഗെയിൻ ആൻഡ് എഗെയിൻ കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആ ഒരു പേഷ്യൻസോടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ എ പോയിന്റ് വിൽ ഗെറ്റ് എ റിസൾട്ട്. പക്ഷേ ദ മെയിൻ തിങ് ഇസ് ബി പേഷ്യൻറ്റ് ആൻഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ വാട്ട് എവർ യു ഡു. തെറപ്പി ഗോൾസിന് പുറമെ ഇപ്പോൾ പാരൻസിന്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയൊക്കെ സഹായിക്കുന്നത്?
സോ ഒരു കുട്ടിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് അത് തെറപ്പി സെഷൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. അതായത് ഇപ്പം നമ്മൾ ഒരു കുട്ടീനെ എന്ത് സ്കില്ല് പഠിപ്പിച്ചാലും നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ജനറലൈസേഷൻ ആണ്. അതായത് കുട്ടി പഠിച്ച കാര്യങ്ങൾ കുട്ടിയുടെ മറ്റുള്ള എൻവയോൺമെൻറ്റ്സിലും അത് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്ക് വരുമ്പോൾ അവർ ഈ പഠിച്ച സ്കിൽസ് എല്ലാം അവരുടെ സോഷ്യൽ സിറ്റുവേഷൻസിലും സ്കൂളിലും മറ്റുള്ള ഇടങ്ങളിലും എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഇത് അവരിലെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ സെൻസറി മോട്ടോർ, അവരുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ തന്നെ ഒരു പീക്കിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. സോ ബേസിക്കലി തെറപ്പിയിൽ കുട്ടികൾ പഠിക്കുന്ന ഓരോ സ്കിൽസ്, ആക്ടിവിറ്റീസും കാര്യങ്ങളും മാതാപിതാക്കൾ അവരെ കൊണ്ട് വീട്ടിൽ ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരു ലൈഫ് ലോങ് സ്കിൽസ് ആണ് കുട്ടികളുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ പ്രോഗ്രസ്സിൽ എന്നുള്ളത്. അപ്പോൾ മാമിന് ടേക്ക് അവേ ആയിട്ട് പാരൻസിനോട് എന്താ പറയാനുള്ളത്? സോ പാരൻസിനോട് പറയാനുള്ളത്, ഓരോ കുട്ടിയുടെയും ഏറ്റവും വലിയ തെറപ്പിസ്റ്റും ടീച്ചറും ഒക്കെ നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങളെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ട്രസ്റ്റ് ചെയ്യുന്നതും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് കുട്ടികളുടെ പാരൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഓരോ പുതിയ സ്കിൽസ് അവരെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരിപ്പം വേറൊരു ആളെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇൻറ്റൻസിറ്റിയിലായിരിക്കും അവരത് സ്വീകരിക്കുന്നതും അവരവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നതും. അതോടൊപ്പം തന്നെ പ്രോഗ്രസ് സ്ലോ ആണെങ്കിലും നിങ്ങളുടെ കുട്ടിയുടെ ഓരോ ചെറിയ വിജയവും അത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ വലുതുമാണ്. അതായത് കുട്ടി അവരുടെ മാക്സിമം ഉപയോഗിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയതായിട്ട് പ്രോഗ്രസ് കാണിക്കുമ്പോൾ നിങ്ങളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക, നിങ്ങളതിനെ വീണ്ടും ഉൾക്കൊള്ളുക, വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻറ്റ് സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ് അവരിൽ സ്ട്രെങ്ത്തും കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരൻസ് തന്നെയാണ് കുട്ടിയുടെ ഏറ്റവും വലിയ ടീച്ചറും തെറപ്പിസ്റ്റും എല്ലാം. അതുകൊണ്ട് നമ്മുടെ തെറപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, കുട്ടികളോട് പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. താങ്ക് യു.